ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ബാക്കിയെന്ന് നമ്മൾ കൊണ്ടാക്കുന്ന ദിവസമാണ്. ഞാൻ ലീവൊക്കെ എടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:13 ആറ്റാനാണ് പുലർച്ചെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, പല്ലൊക്കെ തേച്ച് റെഡി ആവണം. ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പം നമ്മൾ ഇതാ സൺസ്ക്രീനും മോയ്സ്ചറൈസർ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് എന്താ പറയുക, ഫൗണ്ടേഷൻസിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ചേച്ചി ഇന്നലെ വന്നപ്പോൾ എനിക്ക് ഒരു പാലറ്റ് തന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ നമുക്കത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പാലറ്റ്സ്. ഇത് ഐ ഷാഡോ പാലറ്റ് ആൻഡ് ഇത് ബ്ലഷും പിന്നെ കോണ്ടോർ, കോമ്പാക്റ്റ്, പിന്നെ ഹൈലൈറ്ററൊക്കെ വരുന്നതാണ്. അപ്പം നമുക്ക് ഇതാ ഈ സംഭവങ്ങൾ വെച്ചിട്ടൊന്ന് ഒരുങ്ങിയാലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്ന വീഡിയോ പിന്നെ കാണിച്ചു തരാം, അതായത് ഐ ഷാഡോ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പോഴേക്ക് നമുക്ക് ടൈമില്ല, നമുക്ക് പോകണം. സോ ഗൈസ്, ഞാനിത് റെഡിയൊക്കെ ആയി. ലിപ്സ് നല്ല രസമല്ലേ. മിന്നേജ് വേണ്ട തന്നെ പാലറ്റ് യൂസ് ചെയ്തിട്ടല്ല ചെയ്ത്, വേറെ ഒന്നും പുറത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ടത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതുവരെ ഇട്ടിട്ടില്ല, ഇന്നാണ് ഇടാൻ ചാൻസ് കിട്ടിയത്. ഈ വണ്ടിയിലാണ് പോകുന്നത്. ഭാഗ്യ പിന്നെ ഓള് ദുബായി പോയിട്ടില്ല വന്നേ. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ബാംഗ്ലൂർ വഴിയാ വന്നേ. പിന്നെ വേറൊന്നുണ്ടോ ഇത് കാണുന്നില്ല. ഹലോ ഗൈസ്, പേപ്പർ ഇടുന്ന വണ്ടി ഒരു പേപ്പർ എപ്പോ ഇടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചാൽ കൊടുങ്ങല്ലൂരിലേക്ക് 10 കിലോമീറ്റർ മാത്രമേ. Going to reach our destination. ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്കി ഈസ് വെരി ഹാപ്പി. ഇത് വരെ നല്ല ഭംഗിയില്ല ഇവിടെ. ഭാഗ്യ ആരംഭിക്കുകയായി. ഭാഗ്യൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ കണ്ണ് നോക്കുക. മഹാരാജാസ് അല്ലേ ടോപ്പ്. മുന്നൊക്കെ PG നോക്കാം. അവിടെ എന്തെങ്കിലും
ക്യാമ്പസ് വളരെ വളരെ വലുതാണ്. ടു മച്ച് ബിഗ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹോസ്റ്റൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യമൊക്കെ കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അതെ ഡിസ്റ്റൻസ് വേണം. കാസർഗോഡൊക്കെ ആയിരിക്കണം. വടകര ആ ഇതായതുകൊണ്ട് കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഭാഗ്യൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടീനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവളെ സെയിം ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്താക്കുന്നുള്ളത്. എന്നാ പിന്നെ പ്രശ്നമില്ല. അല്ല ഇങ്ങോട്ടേക്ക് വരണേ. സർട്ടിഫിക്കറ്റ് എടുത്തിട്ടതാണ് +2ന്റെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭാഗ്യനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇനി ബാക്കി ഇവിടെയാണ്. ഓണത്തിൻ്റെ വെക്കേഷന് മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ ഉള്ള ഹോസ്റ്റലിൽ ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കണ്ണുണ്ടോ ഗൈസ്? ഇത് രാവിലെ കഷ്ടപ്പെട്ട് ചെയ്തതാ, പക്ഷേ ഗ്രീസി ആയിപ്പോയി, സ്പ്രെഡായിപ്പോയി ഗൈസ്. ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒന്നും അടിച്ചില്ല. ബട്ട് സ്റ്റിൽ ഇത് ഇത്രയും നല്ലോണം നിന്നിട്ട് ഇത്രയും നേരമായിട്ട്. അത് നമുക്ക് പോവാം. ഇവിടെ നല്ല ചൂടാണ്. കരി എടുത്തോ? എനിക്ക് വേണ്ടിട്ടാ. വെള്ളം കുടിക്കണേ, നല്ല കഴിച്ചിട്ടില്ല. വെള്ളം ബിസ്ക്കറ്റ് വാങ്ങിച്ച വിളിക്കാട്ടാ. എല്ലാം ഉണ്ട്. അന്നേരം ആ കുട്ടികൾ വന്നിട്ട് എങ്ങനെ തുറക്കുക? അതിന് എലബിളിന്റെ മോള് വിളിച്ചിട്ടാ. വീഡിയോ കോളം ചെയ്യണേ. വൈകുന്നേരം ചായക്ക് വെച്ചിട്ട് നല്ല സാധനം മേടിക്കുമ്പോൾ അപ്പം ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഭാഗ്യനൊക്കെ കൊണ്ടാക്കി. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവും. ഒന്നാം നല്ലൊരിട കവിഞ്ഞു എല്ലാം നിങ്ങളാണ് ഇതാക്കിയത്. കണ്ടില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഇന്നലെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ വന്ന് എനിക്ക് വീട്ടിൽ വരുന്ന വീഡിയോസോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസോ ഒന്നും എടുക്കാനായില്ല. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പം ഞാൻ ഇത് അടുത്ത ദിവസം, അതായത് ഇന്നലെ ആയിരുന്നു പോയത്, ഇന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്ന് ക്ലാസ്സിലൊക്കെ പോയി, പിന്നെ ഒരു 6 o'clock ഒക്കെ ആയി ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷൊക്കെ ആയി എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഭാഗ്യക്ക് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് പോരാത്തത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി പോകുന്നതിന് മുന്നേ ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഞങ്ങൾ കണ്ണൂർ ബോർഡറിലാണ്, അതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോളേജ് ഹോസ്റ്റല്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അവർ പെട്ടെന്ന് പറഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ പ്രിപ്പയർഡും അല്ല. PG എവിടെയാണോ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കോളേജ് ഹോസ്റ്റലിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് കണ്ണൂർ കാസർഗോഡ്, എക്സൈറ്റ് കണ്ണൂർ കാസർഗോഡ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും കുട്ടികളുണ്ട്. ജസ്റ്റ് 35 സീറ്റ്സ് മാത്രമേ ഉള്ളൂ കോളേജ് ഹോസ്റ്റലിൽ അവൈലബിൾ ആയിട്ട്. ബോയ്സിന് ടൈറ്റില്ല, ഗേൾസിനാണ് ടൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പെട്ടെന്നാണ് ഭാഗ്യം ഓൾറെഡി പോകുന്നതിന് മുന്നേ 2-3 കുട്ടികളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ PGയിലാണ് നിൽക്കുന്നത്, ഈ പേരാമ്പ്രയാണ് എന്നൊക്കെ വീട്. അപ്പോൾ അവൾ ജസ്റ്റ് അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അവൾ ഹോസ്റ്റലിൽ ഞങ്ങൾ PGയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ കുട്ടീൻ്റെ സെയിം ഹോസ്റ്റലിൽ തന്നെയാണ് അവളെ നിൽപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നല്ലതാണ്. പിന്നെ കുട്ടികൾ അവൾ നിൽക്കുന്ന റൂമിൽ ഉള്ള കുട്ടികൾ മൊത്തം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അവളിപ്പോൾ നല്ലോണം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് കോളേജിലൊക്കെ പോയി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോൾ നല്ല ചില്ലാണ്. പിന്നെ ഈ വീഡിയോസ് നോർമലായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, ഈ വീഡിയോ ഞാൻ ഒരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. അതായത് വോയിസ് ഓവറോ വോയിസ് കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണോ റോ ആയിട്ടുള്ളത്, എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അല്ലാണ്ട് വോയിസ് ഓവർ, അതായത് വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് പ്രത്യേകമായിട്ട് വോയിസ് ഓവറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് ഞാൻ തന്നെ വീഡിയോസിൽ വന്നിട്ട് ഓരോ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.